ഹായ് ഡിയർ ജെ ആസ്പിരൻസ്, നമ്മൾ ഈ അക്കാഡമിക് ഇയറിലെ രണ്ടാമത്തെ GIBക്കായി തയ്യാറെടുക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്, നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വൺ ഷോട്ട് സീരീസിലൊക്കെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അടിപൊളിയാണ്. സോ എല്ലാവരും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ചില കുട്ടികൾക്ക് ഇപ്പോഴും എക്സാമിനേഷൻ കൃത്യമായി കയ്യിൽ ഒതുങ്ങാത്ത ഒരു ഫീലിംഗ് ഉണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചില കുട്ടികൾക്കെങ്കിലും ഒരു വ്യക്തതയില്ല. അപ്പോൾ ഞാൻ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതും കൂടെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസിൽ വലിയ മാറ്റം ഉണ്ടാവും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ കൂളായിട്ട് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. സോ നിങ്ങൾക്കറിയാം, JEE എന്ന് പറയുന്ന ഒരു ലോ സ്കോറിംഗ് എക്സാമിനേഷൻ ആണ്. ഒരു വർഷത്തിൽ 2 തവണ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഷിഫ്റ്റിലേക്ക് വളരെ കുറഞ്ഞ സമയമേ ഇന്ത്യയിൽ JEE എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നുള്ളൂ. സോ നമുക്ക് ലഭിക്കുന്ന സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിന് എത്ര സമയം വേണം എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റിനും ആവശ്യമുള്ള സമയം കൃത്യമായി നീക്കി വെച്ച് ആ ടൈം കൃത്യമായി മാനേജ് ചെയ്ത് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ. എക്സാമിനേഷൻ എഴുതുമ്പോഴും നിങ്ങൾ ഈ ടൈം മാനേജ്മെന്റ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ GIB എഴുതി കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ GIBയിലേക്ക് തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വീക്കിലി എക്സാമിനേഷനും ഡെയിലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ നിരവധി മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടാവും. ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും വേണം. നിങ്ങൾ ഓരോ എക്സാമിനേഷൻ എഴുതിയപ്പോഴും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഓരോ തവണ ക്ലാസ്സിൽ ഇരുന്ന് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഓരോ തവണ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് അടുത്ത എക്സാമിന് ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം. അപ്പൊ അതിനാദ്യം നിങ്ങൾ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കണം, അത് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. അപ്പൊ കഴിഞ്ഞ GIBക്ക് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, അത് നെഗറ്റീവ് മാർക്കിംഗ് ആവാം, ആദ്യം എഴുതാൻ തീരുമാനിച്ച സബ്ജക്റ്റ് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവാത്തതാവാം, കൂടുതൽ സമയം നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തതാവാം, അങ്ങനെ അവസാനം പ്രോബ്ലം ഒക്കെ ചെയ്തു വന്ന് OMRൽ ബബിൾ ചെയ്യുന്ന സമയത്ത് വന്ന സില്ലി മിസ്റ്റേക്ക് ആവാം. എന്തായാലും ഇത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അതൊരിക്കലും ആവർത്തിക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്ത് അത് റെക്ടിഫൈ ചെയ്ത് പഠിക്കുകയും വേണം. സോ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യം നിങ്ങളെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. എസ്പെഷ്യലി ഫിസിക്സിലും മാത്സിലും ഒക്കെ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ എത്ര സമയം എടുക്കുന്നുണ്ട്, എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രാമത്തെ റീഡിങ്ങിലാണ് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നത്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് വെക്കുക. അത് സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് ഒരു 15 ക്വസ്റ്റ്യന് നിങ്ങൾ എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കുക. അതിനെ നിങ്ങളൊരു 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന ആവറേജ് സമയം ലഭിക്കും. ഇതൊരു തുടർച്ചയായി ഒരു 4ഓ 5ഓ ദിവസം നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. ഓരോ ദിവസവും നിങ്ങൾ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് സമയം. അപ്പൊ ഇത് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുന്നുണ്ടോ, അല്ല നിങ്ങളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുറയാണോ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളെ പ്രിപ്പറേഷനിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇൻക്രീസ് ചെയ്യാൻ ഈ ടിപ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിക്കുന്ന സമയത്ത് സ്ട്രാറ്റജിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മുമ്പോട്ടേക്ക് പോവാം. അവസാനമായി 4ാമത്തെ പോയിന്റ് എക്സാമിനേഷൻ സ്ട്രാറ്റജി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ 4ാമത്തെ പോയിന്റിനാണ്, എക്സാമിനേഷൻ സ്ട്രാറ്റജി. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ, ആ പരീക്ഷയുടെ പാറ്റേൺ എന്താണ്, ആ പരീക്ഷയുടെ സ്കോറിംഗ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ JEE എക്സാമിനേഷനെ കുറിച്ച് പറയുമ്പോൾ JEE ഒരു ലോ സ്കോറിംഗ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം 300ൽ നിങ്ങൾക്ക് ഒരു 180+ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു കൃത്യമായ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഓരോ സ്റ്റുഡന്റിന്റെ സ്ട്രോങ് പോയിന്റും സ്ട്രോങ് സബ്ജക്റ്റും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ജനറൽ പാറ്റേൺ പറയുകയാണെങ്കിൽ ഇപ്പോൾ 300 മാർക്കിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു 180+ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുക ജനറലി കെമിസ്ട്രിയിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ ഫിസിക്സ് ഏറ്റവും ലീസ്റ്റ് മാർക്കാണ് സാധാരണ JEEക്ക് മാത്സിൽ നിന്നും ലഭിക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് വേണം സമയം സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതാൻ. അപ്പോൾ ഈ 180 മാർക്ക് അല്ലെങ്കിൽ ഒരു 200 മാർക്ക് ടാർഗറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു എക്സാമിനേഷൻ എഴുതുന്നതെങ്കിൽ
ഈ 200 മാർക്കിൽ എത്ര മാർക്ക് കെമിസ്ട്രിയിൽ നിന്ന് കിട്ടണം, എത്ര മാർക്ക് ഫിസിക്സിൽ നിന്ന് കിട്ടണം, എത്ര മാർക്ക് മാത്സിൽ നിന്ന് കിട്ടണം എന്നൊന്ന് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കണം. അതിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ആ സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തും അതിൽ കൂടുതൽ വർക്ക് ചെയ്തും ഒക്കെ നിങ്ങൾ എക്സാമിനേഷൻ എഴുതണം. അപ്പോൾ ഈ ഒരു പാറ്റേണും ഈ ഒരു സ്ട്രാറ്റജിയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒരു 1, 2, 3 തവണ ഒക്കെ എക്സാമിനേഷനിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ, അതായത് ഇപ്പോഴേ നിങ്ങൾ ബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. വരാനിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ GAVക്കും നിങ്ങൾ ഒരു സ്ട്രാറ്റജി ആദ്യം മനസ്സിൽ കണ്ട് ബിൽഡ് ചെയ്ത് വെച്ച് അത് അപ്ലൈ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ട്രാറ്റജി വെച്ച് എക്സാമിനേഷൻ എഴുതി അതിന്റെ സ്കോർ വരുമ്പോൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതിലുള്ള മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത എക്സാമിനേഷന് അതിനേക്കാൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണം. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നിങ്ങളെ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കും. നല്ല സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ എക്സാമിനേഷൻ ആയി കഴിഞ്ഞു. നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഈ എക്സാമിനേഷൻ നിങ്ങൾ പുറത്തെടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.